പണ്ടൊക്കെ റെഡ് ബുള്ളിൻ്റെ ആഡ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ശരിക്കും അതിൻ്റെ അവർ പറയുന്നൊരു കോട്ടുണ്ട്, ദ റെഡ് ബുൾ ഗീവ്സ് അസ് വിങ്സ്. ശരിക്കും ഈ ബൈക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ല ഇത് ഓടിക്കുമ്പോൾ തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഗീവ് മീ വിങ്സ്. കാര്യം ഇത് ശരിക്കും ഒരു ബ്രൂട്ടൽ അഗ്രസീവ് മെഷീൻ എന്നൊക്കെ പറയാൻ പറ്റും. ഇത് നമ്മുടെ Moto2 ഇൻസ്പയർ ആയിട്ട് വന്ന ട്രാക്ക് ബൈക്ക് റോഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണിത്. ഇതെന്ന് പറഞ്ഞാൽ ദ ബ്രാൻഡ് ന്യൂ ട്രയംഫ് സ്ട്രീറ്റ് RS. ശരിക്കും 3 മോഡലാണ് വരുന്നത്. ട്രയംഫ് സ്ട്രീറ്റ് RS ദ Moto2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. 765 എണ്ണം. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റിയുടെ സെയിം ഒരു റേഷ്യോയിലാണ്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കാര്യം തന്നെ ബൈ ചാൻസ് ഇന്ത്യയിലേക്ക് അത് വരുന്നില്ല. പിന്നെ 765 സോൾഡായി. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ത്യയിൽ തന്നെ ഉള്ളതിൽ വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക ടോപ്പ് ആൻഡ് വേരിയെന്ന് പറയാം, ദ ട്രാക്ക് ബൈക്ക് ഓൺ ദ റോഡ്, ദ സ്ട്രീറ്റ് ബുൾ RS. പിന്നെ ഇതിൻ്റെ എഞ്ചിനിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ ട്രാക്കിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് വന്നത് വണ്ടി. MotoGP റേസിൽ Moto2 എന്നുള്ള സെക്ഷൻ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് 900cc ബിലോ റേസാണത്. അതിൽ യൂസ് ചെയ്തിരുന്നത് സെയിം എഞ്ചിൻ, സിമിലർ എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ട്രയംഫ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 765cc ഇത് ശരിക്കും 300 ക്ലോക്ക് ചെയ്യായിരുന്നു. മീൻസ് സ്ട്രീറ്റബിൾ അല്ല, ശരിക്കും ട്രാക്കിൽ 300 കിലോമീറ്റർ അവർ ക്ലോക്ക് ചെയ്താൽ ആ ഒരു എഞ്ചിൻ എങ്ങനെ റോഡിലേക്ക് കൊണ്ടുവരാമെന്ന് ആലോചിച്ചാണ് ട്രയംഫ് ശരിക്കും ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്യുന്നതെന്ന് പറയാം. ശരിക്കും റോഡിലുള്ള ഒരു ട്രാക്ക് ബൈക്ക് എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. നെയ്ക്കഡാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 765cc ഇൻലൈൻ 3 സിലിണ്ടർ എഞ്ചിനാണ്. നിങ്ങൾക്ക് ആ ഗ്രൗളിങ് സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പ്രീവിയസ് ജനറേഷനിൽ യൂസ് ചെയ്യുന്ന ആരോ എക്സോസായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു എക്സോസ് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ക്ലീൻ സൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്താ പറയുക, നമുക്ക് ആ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലീനായിട്ട് സൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 130 ഹോഴ്സ് പവർ. 7 ഹോഴ്സ് പവർ പഴയ വണ്ടി വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. പിന്നെന്താ പഴയതിൽ കുറച്ചുകൂടെയും എന്താ പറയുക സ്ലീക്കറാണ്. നമുക്ക് ടാങ്ക് ഡിസൈൻ ആയാലും ഓൾമോസ്റ്റ് സ്ലീക്കറാണ്. പിന്നെ എന്താ പറയുക 18 mm ടോക്ക് അറ്റ് 9500 RPM. പിന്നെ ബ്രേക്സ് അത്യാവശ്യം നല്ല ഷാർപ്പ് ബ്രേക്സ് എന്ന് പറയാം. ഇത് തന്നെ സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രെംബോയുടെ സ്റ്റൈലുമാവ് ബ്രേക്സ് ആണ്. അതിൻ്റെ അകത്ത് തന്നെ 310 mm ഡിസ്ക്കാണ് ഫ്രണ്ട് യൂസ് ചെയ്യുന്നത്. അതും ഡ്യുവൽ ഡിസ്കും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ വീൽസിലേക്ക് നോക്കുകയാണെങ്കിൽ 70 inches അലൈ വീൽസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വീൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്നത് പിറലീസ് ഡയബ്ലോ സൂപ്പർ കോഴ്സ് ആണ്. എന്താ പറയുക, എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് ടയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഇത് ശരിക്കും ഒരു ട്രാക്ക് ഫോക്കസ്ഡ് ടയറാണ്. കാര്യം ഞാൻ പറയായിരുന്നു സ്ട്രീറ്റ് R ദ റോഡ് വേരിയൻറ്റ് അതിൽ വരുന്നത് നമ്മുടെ ശരിക്കും റോഡ് ഫോക്കസ് ടയറും, ഇത് മറിച്ച് നേരെ ട്രാക്ക്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഷോവയുടെ 41 mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്. അതും ശരിക്കും പറഞ്ഞാൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും നമുക്ക് ട്രാക്കിലേക്ക് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം എന്താ പറയുക നല്ലൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാര്യം നമ്മുടെ റൈഡറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കംപ്രഷൻ റീബൗണ്ട് കാര്യമെല്ലാം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ ടാങ്കിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും സ്ലീക്കർ ആയിട്ടുണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. പഴയ ടാങ്ക് വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക ശരിക്കും സൈസിൽ തന്നെ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ ശരിക്കും ഇത് നമ്മുടെ സ്പീഡ് 1200 ഇൻസ്പയർ ആയിട്ടുള്ളൊരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയാൻ പറ്റും. കാര്യം ഈ ഡിസൈൻ ആയാലും നമ്മുടെ ടാങ്ക് ആയാലും ഏകദേശം നല്ല സിമിലാരിറ്റീസ് ആയിരുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏകദേശം 5 റൈഡിംഗ് മോഡ്സ് ഇൻക്ലൂഡിങ് ദ റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ശരിക്കും റൈഡറിൻ്റെ ഇഷ്ടത്തിന് നമുക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് കൺട്രോൾ ചെയ്യാം. കാര്യം ട്രാക്ഷൻ വീൽ കൺട്രോൾ ലെവൽ എല്ലാം നമുക്ക് ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രാക്ക്, സ്പോർട്ട്, റോഡ്, റെയിൽ ഇതാണ് ബാക്കി 4 മോഡ്സും. ഇതിൽ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാര്യം നമ്മുടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. സ്പോർട്ട് നിങ്ങൾക്കറിയാം വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ 130 ഹോഴ്സ് പവർ നിങ്ങൾക്ക് വീലിൽ കിട്ടുന്നതാണ്. ടൈലിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ഷാർപ്പർ എന്ന് പറയാൻ പറ്റും. പിന്നെ അതൊക്കെ താഴ്ചയ്ക്ക് പോകുമ്പോൾ ഫുള്ളി LED ടൈൽ ലാംപ്സും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു നല്ലൊരു ആനിമേഷനാണ് ഇതിൽ മൂവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ക്ലീൻ ആയിട്ടുള്ള ട്രാഫിക്കിൻ്റെ ആക്സറീസ് ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് കാര്യം ചെയ്തതാണ്. പിന്നെ പതുക്കെ താഴ്ചയ്ക്ക് വരുമ്പോൾ 180 സെക്ഷൻ ടാബ്ലോ സൂപ്പർ കോഴ്സ് ടയർസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ റിയർ ബ്രേക്കിലേക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 220 mm ബ്രെംബോ ഡിസ്കും കാര്യങ്ങളാണ് ബാക്കിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 70 inches അലൈ വീൽസാണ് വരുന്നത്. കാസ്റ്റർ വീൽസും കാണാൻ വരുന്നത്. So basically, I told you before, the whole thing inside the engine is entirely changed. The new camshaft, new combustion chamber, new concords and increased compression ratios. The new exhaust system sounds like an Aero performance exhaust, such a orgasm while riding this motorcycle. The newly added quick shifter. It comes as a standard in the R and the RS. It's bi-directional quick shifter and you have a cruise control as optional extra. Compared to the previous generation, this motorcycle got new gear ratios. The first gear is a little bit taller than the previous generation. So now in the sport mode, the traction and the wheelie controls are in level and it's very aggressive now.
കമ്പയർഡ് ടു ദ പ്രീവിയസ് ജനറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാൻഡിൽ ബാറും കാരണം നല്ല രീതിയിൽ വൈഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈസി ടു ഹാൻഡിൽ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല നിമ്പിളാണ് ബൈക്ക്. അതുപോലെ തന്നെ ഏതെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നു, ഏകദേശം സിമിലർ ആയിട്ട് നമ്മുടെ ഡ്യൂക്ക് 390 സിമിലറാണ്. ഏകദേശം 189 കിലോഗ്രാം വെയിറ്റും കാര്യങ്ങളും നമ്മുടെ വണ്ടിക്ക് വരുന്നുള്ളൂ.